സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, വീട്ടിലൊക്കെ പഴകി മുഷിഞ്ഞ തുണിയൊക്കെ പറക്കി വിറ്റ് നമ്മൾ കാശാക്കാറില്ലേ? അതുപോലെ എക്സ്പയർ ആയ കിറ്റ്കാറ്റും കാഡ്ബറീസും 5 സ്റ്റാറും ഒക്കെ ദേ ഇതുപോലുള്ള സ്ട്രീറ്റുകളിൽ വരും. ജെന്യൂൻ ആണെന്ന് കാണിക്കാൻ അവൻ ബ്രാൻഡിങ് വരെ കാണിക്കുന്നുണ്ട്. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ വിഷം പോലും കഴിച്ചുകൂടാത്ത ഈ നാട്ടില് എക്സ്പയർ ആയി 5-6 മാസം കഴിഞ്ഞ ചോക്ലേറ്റ് ആണോ എന്തോ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലേ വാങ്ങാൻ പറ്റും. രണ്ടാമത് വാങ്ങാൻ ജീവനോട് വേണ്ടേ? ഈ ചോക്ലേറ്റ് എല്ലാം കണ്ട് നട്ടുച്ചയ്ക്ക് അതുവഴി നടന്നുകൊണ്ടൊരു വായിന്ന് വെള്ളം അലിയണല്ലത് ആ ചോക്ലേറ്റ് ഒന്നും അലിയണ പോലും ഇല്ല. ഒന്നാമത് ഇനി അങ്ങോട്ട് നോമ്പ് സമയമാണ്, നികൃഷ്ട ദർശനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സമയവും. ഇനി ഇതിനെപ്പറ്റി നീട്ടി ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് ഞാൻ പോയൊരു കട്ടൻ കുടിക്കട്ടെ. കേട്ടോടാ കൊച്ചു കാഡ്ബറീസ് കുട്ട, 40 ദശലക്ഷം വർഷം മുന്നേ തോട്ട് പരിണമിച്ച് തൂമ്പ ഉണ്ടായെന്നാണ് കണക്ക്. അല്ല, ആ കണക്കിനൊരു അടിസ്ഥാനമില്ലെങ്കിൽ ഈ തൂമ്പയുടെ തുമ്പി നിൽക്കുന്നവൻ ഒരു തമ്പുരാനാണ് എന്നുള്ളതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ശരി, തഥാസ്തു. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, പദം വന്ന പശുവിന്റെ പിന്നാമ്പുറം കഴുകിയ വെള്ളം ചേർത്ത് ഗുണം വന്ന കുരങ്ങന്റെ കിണ്ടി കിട്ടാവുന്നത് അത്രയും കളക്ട് ചെയ്തതും ചേർത്ത് കടം കയറി മുടിഞ്ഞപ്പോ കൊള്ളാന്ന് തോന്നിയ ഒരു ഐഡിയയും കൂട്ടി കബളനം കൈപിടിച്ചുണ്ടാക്കിയ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുകയാണ് ഇവിടെ സുഹൃത്തുക്കളെ. കള്ളം ത്രാണം കാണിക്കാതെയുള്ള അവന്റെ ആ കരവിരുതില്ലേ, അതിലാണ് ഇതിന്റെ രഹസ്യക്കൂട്ട്. ഓരോ പരത്തിലും അത് കഴിക്കുന്നവർക്കുള്ള ആത്മസംതൃപ്തി ഈ കാലാപ്പാനം തന്റെ കഴപ്പിനാൽ ഉണ്ടാക്കിയിട്ട് അവിടെ കാത്തിരിക്കും. കഴുകൻ തന്റെ കൈലാസത്തിന് മുകളിൽ ഇരുന്ന് ഇരയെ നിരീക്ഷിക്കുന്നത് പോലെ തീക്ഷണ ശക്തിയോടെ ഉജ്ജ്വല ചിന്തയോടെ അവൻ കാത്തിരിക്കും തന്റെ ഇരയെ ഒന്ന് അടുത്ത് കിട്ടാൻ. ബൈ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, അല്ലയോ കൂട്ടുകാരെ, ഏതൊരു ജോലിക്കും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. കള പറിക്കുന്ന കർഷകന്റെ ദേഹത്ത് ചെളി അതിന് ഉദാഹരണമാണ്. തെരുവിലിരിക്കുന്ന വേടന്റെ ഭക്ഷണത്തിലെ വിയർപ്പിന്റെ മണം അതിന് ഉത്തമ ഉദാഹരണമാണ്. 10 കൊല്ലം മുടങ്ങാതെ നിസ്കരിച്ചവന്റെ നെറ്റിയിൽ ഉണ്ടാകും തഴമ്പ്. ഒറ്റ ഇരിപ്പിരുന്ന 1000 വയറിളക്കിയവന്റെ മുട്ടിലുണ്ടാകും കഴപ്പ്. ആത്മനിയന്ത്രണത്തോടുകൂടി വേണം നമ്മൾ ഇവിടെ ജീവിക്കാൻ. എന്നിട്ട് ആത്മാവിനോട് പറയണം അമർത്യാസുവിലെ ചൂടിൽ ഉരുകിപ്പോകാതിരിക്കാൻ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് ഇത് ബോധിക്കണം. അതെ, ഇതാണ് ആ ബൃഹത്തായ ഒരിത്. ഇത് വന്ന് പാകിസ്ഥാനിലെ പകുതി എക്കോണമിയാണ് പിരിച്ചു കെട്ടിവിടണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പായസത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുറമടിക്കാനും. വളരെ ലളിതമായി ജീവിക്കുന്നവർക്കൊന്നും രോഗമുണ്ടാകുന്നില്ലല്ലോ, എന്നാൽ വൃത്തിയെപ്പറ്റി വിഷാംശിക്കുന്നവർക്ക് എന്നും രോഗം. ഇത് മാഫിയ മുഖിലെ പായസ വിതരണം. ഇത് പ്രപഞ്ചോൽപത്തിയിൽ പിളർന്ന വിടവിൽ നിന്ന് ഒലിച്ച വെള്ളം കലക്കിക്കോരണം. കംസനിഗ്രഹ സമയത്ത് കൃഷ്ണന്റെ കോപത്തിൽ തിളച്ചു പൊങ്ങിയതാണ് ഇത്. അതുകൊണ്ട് ഇതിന് പുണ്യശക്തിയുണ്ട്. പ്രസാദമായി കഴിക്കാൻ ആൾക്കാർ ഏറെയുണ്ട്. ശരിക്കും ഞാൻ തുണിക്കടയിലേക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് കണ്ടുണ്ട്. ആദ്യമായിട്ടാണ് സ്റ്റോക്ക് ക്ലിയറൻസ് മിൽക്ക് ഷേക്ക് കാണണം. ഇത് കണ്ടുകൊണ്ടിരുന്ന എന്റെ ഒറ്റ ഉറുമ്പ് കൂടി കൂടാരം കിട്ടി സർക്കസ് നടത്തുകയാണ്. വെയിറ്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുള്ള ഒരു റീല് കണ്ട് 5 കിലോ വെച്ച് കൂടും. ഇതൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലും. ഡയബറ്റീസ് വീട്ടിന്റെ മുറ്റത്ത് ഊഞ്ഞാലിട്ട് ആടയിരിക്കും. ചെറുനാരങ്ങയും പാർലേജ് ബിസ്ക്കറ്റ് വെച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഈ ജ്യൂസ് മാസ്റ്റർ ഒരു ക്രിയേറ്റീവ് കിടിലാണ്. ജ്യൂസറിന്റെ ജാറിനെ ജഗ്ഗായിട്ട് ഉപയോഗിച്ച് നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഓവർ ടാലന്റുകളുടെ എണ്ണ ഇല്ലാത്ത ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ പെടുന്നില്ല എന്ന് അറിയുന്നു ഞാൻ. പാലും പഞ്ചാരയും പാഷാണവും പാൽ പായസവും പത്രോസിന്റെ വീട്ടിലെ പശുവിന്റെ കാടിയും വരയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് കുടിക്കാൻ ശേഷിയുള്ള പഞ്ചാര പ്രിയനെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുമല്ലോ അല്ലേ? ഏതോ പാസ്റ്ററൈസ്ഡ് പോളനാണ് ഈ സാധനം ഉണ്ടാക്കണേന്ന് തോന്നുന്നു. പാവം പാൻക്രിയാസ് എന്ത് പാപം ചെയ്തിട്ടാണെന്ന് തോന്നുന്ന പെടാപ്പാട് പെടുത്തണം. ഇങ്ങനെ ഈ ഷേക്ക് ഉണ്ടാക്കാനും വിൽക്കാനുള്ള പേറ്റന്റ് ഇങ്ങനെ കയ്യിൽ മാത്രമേ കാണൂ. എന്റെ അവസാനത്തെ ഓണസിദ്ധ ഇക്കഴിഞ്ഞതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഈ ഷേക്ക് എന്തായാലും ഞാൻ കുടിക്കൂല. അപ്പൊ ശരി, കുടുംബത്തിൽ കയറാൻ സമയമായി. ബൈ. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, പാവം ചെറുക്കൻ അവന്റെ പ്രവൃത്തി കണ്ടപ്പോ എനിക്ക് പ്രസാർ ഭാരതിയിലെ പരസ്യമാണ് ഓർമ്മ വന്ന. പോട്ടെ, ഈ വിജയനഗര സാമ്രാജ്യത്തിൽ ഇവനെ പോലെ എത്ര പേരുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്ന? ഇഷ്ടം പോലെ. ചെറുതിലെ പഠിച്ചതും ചൊവ്വാദോഷവും അന്ത ചാമിക്ക് പോലും മാറ്റാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇവൻ ഏതോ ഒരു തെരുവ് വേടന്റെ അനുഭവം കണ്ട് എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് പാഠം 1 പഠിച്ചത്. ഇനി അവനൊരു അല്പം അന്നം വിറ്റാലേ അവന്റെ ആമാശയം നിറയൂ. ഈ നാട്ടിൽ ജനിച്ചു പോയില്ലേ, ജീവിച്ചല്ലേ പറ്റൂ. ഇത് മുകളിൽ ദാസനും താഴെ വിജയനും. ഒരുത്തൻ ചട്ടിയോ ഇല്ലാത്തോണ്ട് ചൂലുകൊണ്ട് ഇളക്കുമ്പോ മറ്റവൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ചവിട്ടി കുഴക്കണ്. അത് പോട്ട് ഒന്നുമില്ലെങ്കിൽ അവൻ ക്ലീൻ ചെയ്യാനല്ലേ, അത് വിടാം. പക്ഷെങ്കിൽ ആ മുകളിൽ ഇരിക്കുന്നവൻ എന്ത് മാനസിക രോഗിയാണ്? അത് ചൂല് തന്നെ. അതാ ചൂലിന്റെ രൂപത്തിലുള്ള ചട്ടുകോ. ഒരു ചേച്ചി ചാണാൻ തളിച്ച ചൂലുകൊണ്ട് അവനെ ചാമ്പിയതാണ്. ആ ചൂല് പിടിച്ചു വെച്ചിപ്പോ അവൻ ചട്ടുവാക്കി. ചലോ ബസ് മേ ഖുശ് ഹുവാ, ഫിർ മിലേഗി ദുബാര, ചക്ക് ദേ ഇന്ത്യ. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, തന്റെ കളഞ്ഞുപോയ ശംഭു ബക്കറ്റിനകത്ത് തപ്പുന്ന സമയത്താണ് അവനത് ഓർത്തത്. അയ്യോ, ഇന്ന് കുളിച്ചില്ലല്ലോ, കുളിക്കാൻ അവിടെ വെള്ളമില്ലല്ലോ, എന്നാൽ ലേശം വെള്ളം എടുത്തേക്കാം. പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തപ്പോ അതിൽ നിന്ന് വരുന്നത് പ്ലാസ്റ്റോ പാരിസ്. എന്നാ പിന്നെ അത് വെച്ചൊരു ക്രീം ബൺ ഉണ്ടാക്കി വെക്കാം. അപ്പോ ഗൈസ്, വെൽക്കം ടു ഹൊറിബിൾ ഫുഡ് പ്രോഡക്ട്സ്. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഷെയർ ഹോൾഡേഴ്സിനെ തിരക്കുന്നുണ്ട്. ഒരു 10 ഷെയർ ഇപ്പൊ വാങ്ങിച്ചാൽ 12ാം കൊല്ലം നിങ്ങൾക്ക് RIP വെക്കാം. അല്ലാതെ പോട്ടെ, ഇവിടെ നമ്മൾ ബിസിനസ് സംസാരിക്കാനല്ലോ വന്നത്. അമ്മയുടെ തോടാടത് എന്തിത്ര കട്ടി. ആ കത്തിക്കലടാ നീ ശൗര്യം ചെയ്യുന്നതും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതിഹാസത്തിൽ ഇടം പിടിക്കാനുള്ള പരിപാടിയല്ലേ? അവന്റെ ചിരി നോക്കി ഈച്ച ചിറകടിക്കുമ്പോ സന്തോഷിക്കണ പോലെ. ഇബിലീസിന്റെ ഇഷ്ടഭക്ഷണം ആയതുകൊണ്ട് ഇതിന് ഇന്ത്യയിൽ പ്രചാരം കിട്ടും. ഇത്തിരി ബണ്ണ് മാറ്റി വെച്ചോ, കുഴിച്ചിട്ട് പൊട്ടിത്തെറിയുടെ ബോംബായിട്ട് പട്ടാളക്കാർക്ക് കൊടുക്കാം. എല്ലാരും നല്ലൊരു ചിരിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നവന്റെ അവസ്ഥ അവിടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു കക്കൂസിന്റെ അവസ്ഥ ആലോചിച്ചിട്ടായിരിക്കും. അവന്റെയൊക്കെ കഴിവൊന്നും നോക്കണേ. കേക്കിനകത്ത് ത്രികോണത്തിൽ പരത്തി ആൾക്കാരെ മുഞ്ചിക്കുകയാണ്. ഓ, വേറെ നിറത്തിലൊക്കെ ഉണ്ട്. ഇന്ന് ക്രീമിന് അത്ര കട്ടി പോരാ. കട്ടി കൂടുന്ന ദിവസം ഗ്രീസ് കമ്പനിക്കാർ വാങ്ങിച്ചോണ്ട് പോകുന്നത് ഡെക്കറേഷന് വേണ്ടിട്ടായിരുന്നല്ലേ. ആ ചെയ് കുഴപ്പമില്ല.
ആവശ്യമില്ല. ഇതൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് സ്കില്ലാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും യൂസ്ലെസ് ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ശരി, മേ ആത്മസംതൃപ്ത് हो गया. आज के लिए बस इतना भाई. സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, लो आ गया आज का वीडियो. I sure don't know what is this, but for sure I know this is something we eat. ഇതൊരു പരീക്ഷണ ലാബാണ്. ഈ പരീക്ഷണത്തിന്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് പബ്ലിക്കിന്റെ പാൻക്രിയാസിലാണ്. ഈ സഹോദരനുണ്ടല്ലോ, അവൻ ഈ ലായനിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. കുളിയും നനയും കുടുംബം നടത്തലും ഒക്കെ അതിനകത്ത് തന്നെ. ആ പാട്ടകളൊക്കെ പണ്ട് കഴുകിയപ്പോ കഹോന പ്യാരകെ പ്രൊഡക്ഷനിലായിരുന്നു. ഹം ഖായേഗെ ഹം ടോയിലിൽ ജായേഗെ എന്ന മുദ്രാവാക്യം മുഴക്കി ഇതിന്റെ മുന്നിലൊക്കെ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. എന്നാലും ഈ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് ആഹാരമാണോ അതോ ബിൽഡിംഗ് റോഡിൽ ചുറ്റുന്ന വെടിമരുന്നാണോ? അന്നം തരും നിന്റെ കയ്യിൽ പുണ്യം പുഴുവായി മാറി. കണ്ടുപോയ ഞാൻ ഇനി എന്ത് തിന്നും, മനം നൊന്തുപോയി. തൊണ്ടല്ലോ ജീവിതം, നിനക്കൊക്കെ ഹരം പിടിച്ചുപോയി. ഇന്നായിരിക്കട്ടെ എന്റെ ശാപം, നിന്റെയൊക്കെ മണ്ടയിൽ ഉറച്ചുപോയി. സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ഒരമ്മയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ രണ്ട് മക്കളിൽ ഒരുത്തൻ. ബംഗ്ലാദേശിന് ഇന്ത്യയോട് ഭക്ഷണക്കാര്യത്തിൽ ആദ്യം തീവ്ര സാമ്യം. മുളക് വെച്ച് അവൻ എന്തോ മെനക്കെട്ട ഉണ്ടാക്കണ. കൊള്ളാം, വൃത്തിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചൊക്കെ വരണ്. ദേ ഈ കാണുന്ന ചെകുത്താന്റെ വീർപ്പിൽ അവൻ കൈയിട്ടിളക്കിയപ്പോ എനിക്ക് മനസ്സിലായി അവൻ മഹാവേടനാണെന്ന്. ഈ കണ്ട തെരുവിലെല്ലാം കിടന്ന് കോലം കെട്ടി കാലം കടന്ന് കണ്ട അടവുകളെല്ലാം പഠിച്ചിട്ട് അവൻ അത് പയറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിന്? വിലാപം വരുമ്പോ അവൻ വിഷമിച്ച് തീർക്കുന്നത് ഇങ്ങനെയാണ്. ആ വായി കരിയിട്ട് മൂട്, അല്ലെ പൂച്ച കയറി ഞാൻ ഒന്ന് പറയാനുള്ള. ഞാൻ ഉപ്പാപ്പ ഇരുന്ന ഇരിപ്പി കൈകൊണ്ട് ഉരുട്ടി അതിന്റെ മുകളിൽ ഊതിയ ജീവൻ വെക്കും. മുട്ടത്താണ് മെനക്കേട് അത്രയും. അതിലൊരു ഷഡ്ജം വലിച്ചിട്ടിട്ടുണ്ടല്ലോ. ഓ, തഴം പോരാതിരിക്കാനായിരിക്കും. ഒറ്റ വാക്കിൽ ഉത്തരം പറ, എന്താണ് ഈ രസവടയുടെ പേര്? അധർമ്മത്തിന്റെ ഹലാൽ പുത്ര, നമോ വാദം. സഹൃദയരെ, ഈ വീഡിയോയുടെ ലൊക്കേഷൻ കേരളമാണെന്നാണ് ഇതിൽ കമന്ററി പറയുന്ന മൊണ്ണീഷ് കുമാർ പി പറയുന്നത്. എന്താണ് തറയിലിട്ട് കുഴക്കണ വെളുത്തിട്ട് പാർന്ന ബ്രിട്ടീഷ് ക്രീമാ? എന്റെ പാൽക്കുളങ്ങര പൗർണമേശ്വരി, പാലിന് പിണ്ടം വെക്കുന്ന പടു പിണങ്കാണ്ടി മകനെ നീ പുറത്തു കൊടുക്കണമേ. ആ തറയൊക്കെ നോക്കിയാണ് പെരിച്ചാഴി പാതിരാത്രി പെണ്ണുമ്പോൾ ഇട്ട് പെടുക്ക ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ തന്നെ ഇട്ട് ഇടിച്ച് പിഴിഞ്ഞ് അളിച്ച് വാരി മൊത്തം. ശരിക്കും ഇത് എന്നാത്ത സാധനം? മധുരക്കിഴങ്ങും പാലും കൂടെ മിക്സ് ചെയ്ത് എന്തെങ്കിലും സാധനമാണ്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് പറഞ്ഞു തരണേ. ശരിക്കും എന്താണെന്ന് അറിയാമോ? ഇവരുണ്ടാക്കുന്ന സാധനമാണ് ലാഭ. ഇനി ഇത് കൊണ്ട് അഗ്നിപർവ്വതത്തിനകത്ത് നിറക്കി എന്നിട്ട് പൊട്ടിത്തെറിക്കും. ഇനി ഇവരാണോ മുഗൾ സാമ്രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ മുതുക്കന്മാർ? ഇതൊക്കെ ചുമ്മാ പാവങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർക്കൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും സ്റ്റാഫിനെ വെച്ച് നടത്താൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കയ്യിൽ കാശൊക്കെയാണ്. ഒരു വൃത്തിയുള്ള സാഹചര്യത്തോടെ എന്തുകൊണ്ട് ഇവർ മാറണല്ലോ?